അത്തരമൊരു ആഗ്രഹം വെക്കുന്നതുകൊണ്ട് ആഗ്രഹിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല. സമ്മേളനം നമ്മൾ പാലിച്ചില്ലെങ്കിൽ ഇതിൽ മുതലെടുക്കാൻ ആളുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ ചർച്ചകളെല്ലാം കഴിഞ്ഞ് ദേശീയ നേതൃത്വം, കോൺഗ്രസ് പ്രസിഡന്റും ലോക്സഭയിലെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നേതാക്കന്മാരും കേരളത്തിലെ നേതാക്കന്മാരോട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചേരിതിരിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കണം, എല്ലാം ശാന്തമായി മുന്നോട്ട് പോകണം, ഏറ്റവും വേഗത്തിൽ അവരവിടെ നിന്നൊരു തീരുമാനം പ്രഖ്യാപിക്കും. അപ്പോൾ ആ തീരുമാനത്തിന് വേണ്ടി നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. UDFന് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച ജനങ്ങൾ ആ തീരുമാനത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും അതിനെ വളരെ ഉത്തരവാദിത്വത്തോടും അച്ചടക്കത്തോടും കൂടി പാർട്ടിയുടെ നേതൃത്വം നൽകിയ ആ നിർദ്ദേശത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. എത്രയും വേഗം, കാരണം ഇതിനെല്ലാം സമയക്രമമുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് സമയമുണ്ട്, ഗവൺമെൻറ്റിന് കാലാവധിയുണ്ട്, അതിനുള്ളിൽ പുതിയ ഗവൺമെൻറ് വരണം. അതുകൊണ്ട് അതെല്ലാം സമയക്രമത്തിനകത്ത് തന്നെ നടക്കും. തുടക്കത്തിൽ ഈ മിനിറ്റുകൾക്കകം മുഖ്യമന്ത്രി ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചാണ് പ്രസിഡന്റ്. അതെ, ആ നിലയിൽ ഉണ്ടാകേണ്ടതായിരുന്നു. അത്തരമൊരു ആഗ്രഹം വെക്കുന്നതുകൊണ്ട് ആഗ്രഹിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല. അതിനത് തെറ്റില്ല. നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് നമുക്കെങ്ങനെ തെറ്റു പറയാൻ കഴിയുക? പക്ഷെ പൊളിറ്റിക്സിൽ പല സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. ആ എല്ലാ സാഹചര്യങ്ങളെയും നേരിടുന്ന ഒരു അനുഭവ സമ്പത്ത് ഈ പാർട്ടിക്കുണ്ട്, പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ വലിയ സംഭവങ്ങളും സംഭവ വികാസങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം നേരിടുന്ന കരുത്തുറ്റ ഒരു നേതൃത്വം കോൺഗ്രസ്സിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ആ സംയമനത്തോടു കൂടി കോൺഗ്രസ്സിലെ എല്ലാ നേതാക്കന്മാരും എല്ലാവരുടെയും നേതാക്കന്മാരാണ് എന്ന ഒരു ചിന്തയിൽ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനത്തെ സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് വരുന്നൊരു വാർത്ത, CPM നേതാക്കൾ കൊണ്ട് KC വേണുഗോപാലിന് ഫ്ലെക്സ് വെക്കുക. ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പം ഞാൻ പറയാൻ ചാണ്ടിമോൻ പറഞ്ഞു, സെയിം തന്നെയാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫ്ലെക്സ് ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് കത്തിക്കാൻ പറ്റുമോ? പറ്റൂ. അവൻ കോൺഗ്രസ്, ഇനി കത്തിക്കുന്നവനും കോൺഗ്രസ് ആണോ? ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫ്ലെക്സ് കത്തിക്കുന്നവൻ കോൺഗ്രസ് ആണോ? അപ്പോൾ ഇതിനിടയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് CPMകാരൻ കോൺഗ്രസ് നേതാക്കന്മാർ അപ്പോൾ പറയാണ് ഹൈക്കമാൻഡ് ഫ്ലെക്സ് വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, കോൺഗ്രസ്സുകാർ ഫ്ലെക്സ് വെച്ച് തുടങ്ങി, നിർത്തുന്നില്ല, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അംഗീകരിക്കുന്നില്ല, കോൺഗ്രസ് ഹൈക്കമാൻഡിന് എന്ത് വില, കണ്ടില്ലേ ഫ്ലെക്സ് എന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ്. CCTV ഉണ്ടായതുകൊണ്ട് വിഷ്വൽ കിട്ടി, ആളെ പിടിച്ചു. ഇതിനിടയിൽ അതും നടക്കുന്നുണ്ട്. അല്ല, സ്വാഭാവികമായും അത് ഇതിന് ശേഷം ഉണ്ടാകുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം അത് പറയേണ്ട കാര്യമില്ലല്ലോ. താങ്ക് യു. പാർട്ടി ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്ന ഇവരാന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ ആവശ്യമില്ലാത്ത ഓരോ ചർച്ച തുടങ്ങി വെക്കും, അതിനെല്ലാം ഞങ്ങൾ മറുപടി പറയണം. എന്ത് ചെയ്യാൻ? ഇതിനകത്തുള്ള പ്രിയപ്പെട്ട വിഷ്ണുവേട്ടൻ പറഞ്ഞ കാര്യമാണ് ഞാനിത് നേരത്തെ സൂചിപ്പിച്ച. കോൺഗ്രസ്സുകാരും ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറുകയോ കത്തിക്കുകയോ ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവർ കോൺഗ്രസ്സുകാരല്ല. ഇപ്പം ഓരോന്നോരോന്നായി പുറത്ത് വരിക. ഇത് എനിക്ക് പ്രകടനങ്ങളും അതേപോലെ പ്രശ്നങ്ങൾ നടത്തുന്നവർ പറയാനുള്ളത്, ഇപ്പം സമ്മേളനം നമ്മൾ പാലിച്ചില്ലെങ്കിൽ ഇതിൽ മുതലെടുക്കാൻ ആളുണ്ട്. ഇത് മുതലെടുക്കാൻ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കി, അത് വളരെ മോശമായ കമൻറ്റ് എൻ്റെ ഫാദറിനെ പറ്റി. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നു, പക്ഷെ പിന്നെ നമ്മൾ നോക്കുമ്പോഴാണ് അതേ മറ്റൊരു പാർട്ടിക്കാരനാണ്. ഞാൻ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല, എല്ലാ പാർട്ടിക്കാരും അങ്ങനെയല്ല. പക്ഷെ ചിലർ അതിന് അവസരം കിട്ടിയാൽ, കാരണം ഇത്ര വലിയ തോൽവിയിൽ ഇരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടട്ടെ, ഇത് അവർക്ക് റിലാക്സേഷൻ, ആ റിലാക്സേഷൻ അവർ ചെയ്യും. അതുകൊണ്ട് നമ്മൾ അവസരം കൊടുക്കണം. പാമ്പാടി മീനടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് പാമ്പാടിയിൽ ഒരു വലിയ പ്രകടനമൊക്കെ നടത്തി, റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാക്കി, അങ്ങനെ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അല്ല, ഇതിപ്പം ഞാനൊന്നും പറയുന്നില്ല. പാർട്ടി നേതൃത്വം അതിന് നിലപാട് പറയും. ഞാൻ പറയേണ്ട കാര്യമില്ല, പാർട്ടി ലീഡർഷിപ്പ് പറയും. പാർട്ടി അതിനുള്ള പരിപാടിയല്ല.